അപ്പോൾ സൂരജ് സജ്ജിയുണ്ട് കരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായക ദിനമാണ്. മദ്രാസ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയാണ് ഈ ഹർജി? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു ഈ വിജയുടെയും അതോടൊപ്പം തന്നെ വിജയുടെ പാർട്ടി അനുഭാവികളുടെയും നിലപാടെങ്കിൽ ഇന്നലെ ഒരു പടി കൂടി കടന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി തന്നെ സമർപ്പിക്കുന്നു. ഈ വിഷയത്തിൽ പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറയുന്നതാണ്. അതോടൊപ്പം തന്നെ വിജയ്ക്ക് നേരെ കല്ലേറടക്കമുണ്ടായി. പക്ഷേ ഇതിൽ പോലീസ് ഇടപെട്ടില്ല. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അപകടം സംഭവിച്ചുവെന്നും 40 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യവും ഹൈക്കോടതിയെ അറിയിക്കാൻ സർക്കാരും ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഇന്ന് കോടതിയിലേക്ക് ഈ ഹർജി എത്തുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന നിലപാട് അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ചാടിക്കയറി വിജയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുക എന്നൊരു നിലപാടിലേക്ക് പോകുന്നില്ല. നേരത്തെ കേസെടുത്തവരെ പ്രതി ചേർത്തവരെ ആകട്ടെ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കും പോകുന്നില്ല. കോടതിയുടെ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു തുടർ നടപടി ഉണ്ടാവുക. ഉന്മേഷ്, അതുപോലെ തന്നെ ഈ പരിക്കേറ്റ 51 പേർ ഇന്നലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥയിൽ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ഈ അപകടം നടന്ന മേഖലയിലെത്തി വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനിടെ ഈ വിജയ് പ്രസംഗിക്കുന്നതിനിടയ്ക്കൊക്കെ ആളുകൾ കുഴഞ്ഞു വീണു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും അടക്കം ശേഖരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ അപകടത്തിന് ഇരയായവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കൽ ഉണ്ടാവുക. എന്തായാലും അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനുള്ളത്. ഉന്മേഷ്, ക്രിസ്റ്റീന. സൂരജ്, ഒരു കാര്യം കൂടെ, കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പരിക്കേറ്റവരെ കാണുമെന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി എന്തായിരിക്കും TVKയും അതുപോലെ തന്നെ DMKയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുക എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ഈ അപകടം നടന്ന ഇത്രയും സമയമായിട്ടും വിജയ് അതിൽ നേരിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആ 2 പോസ്റ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വിജയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. BJP ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അതായത് ഈ നിർമ്മലാ സീതാരാമൻ ഇവിടെ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും DMKയ്ക്കും അതോടൊപ്പം തന്നെ വിജയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനത്തിന് തന്നെയാണ് ഒരു സാധ്യത കാണുന്നത്. കാരണം വിജയ് ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്നലെ എടപ്പാടി പളനിസ്വാമി ആകട്ടെ ഈ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെയും കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം എടപ്പാടി പളനിസ്വാമി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതോടൊപ്പം എടുത്ത നിലപാടുണ്ട്. അത് പോലീസിനെയും DMKയും സർക്കാരിനെയും ഒരുപോലെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സമീപനമായിരുന്നു. പോലീസിന് ഈ വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 10,000 പേരുടെ പരിപാടി നടത്താനാണ് അനുമതി നൽകിയതെങ്കിൽ പോലും ഇതിലൊരു പോലീസിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടപ്പാടി പളനിസ്വാമി അടക്കം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ഇവരുടെ സമീപനം. BJP ആകട്ടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ TVKയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ടോ അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ എന്നുള്ളത് എണ്ണി പറയണം എന്നൊരു ആവശ്യം തന്നെയാണ്. നിർമ്മലാ സീതാരാമനും സ്വാഭാവികമായും ആ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ വിജയ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം ഒരു എക്സ്പോസ്റ്റ് നടത്തിയതൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ധനസഹായം പ്രഖ്യാപിച്ചു. കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ, മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചതൊഴിച്ചാൽ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ തന്റെ നിലപാട് വിശദീകരിക്കുന്നില്ല. സാധാരണ സിനിമയിലൊക്കെ ഏതെങ്കിലും ഒരു അപകടമുണ്ടായാൽ രക്ഷകനായി അവതരിക്കുന്ന നായകൻ ഇവിടെ റിയൽ ആയ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് റിയൽ ഹീറോ ആയി മാറിയില്ല എന്നുള്ളത് പൊതുജനങ്ങളുടെ പൊതുവികാരമാണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലൊക്കെ പ്രാദേശിക ബന്ധമായിരുന്നു. അത്രമാത്രം, അതായത് മുഴുവൻ കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു സമീപനത്തിലേക്കൊക്കെ പോയി. അത് അവരുടെ ഇഷ്ടപ്പെട്ട താരത്തിന്റെ വരവിനെ തുടർന്നുണ്ടായ ഒരു അപകടം. ആ അപകടത്തിൽ ഒരു ബന്ദിലേക്കടക്കം ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ബന്ദിലേക്കടക്കം പോയപ്പോൾ അത് വലിയ രീതിയിൽ ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് വിജയ്ക്കെതിരെ ഈ വിഷയത്തിൽ ഒരു പൊതുവികാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം TVKയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങളുമായി കരൂരിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.